ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി അവസാന ഘട്ടത്തിലേക്ക്. ഇസ്രായേലിനെതിരെ നാറ്റോ മോഡൽ സംയുക്ത സൈന്യം രൂപീകരിക്കാൻ മുതിരുമോ അറബ് രാജ്യങ്ങൾ എന്നറിയാൻ ലോകം ഖത്തറിലേക്ക് ഉറ്റുനോക്കുകയാണ്. അറബ് നാറ്റോ രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ ഇറാഖും ഈജിപ്തും ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഒരു സൈനിക നീക്കത്തിലേക്ക് ഖത്തറും അറബ് രാജ്യങ്ങളും നീങ്ങുമോ എന്നതാണ് നിലവിൽ ആകാംക്ഷയുണർത്തുന്ന കാര്യം. അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ 2020 അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച അബ്രഹാം ഉടമ്പടി നിർജീവമാകും. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഖത്തർ പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അബ്രഹാം ഉടമ്പടിയിൽ ഭാഗമല്ലാത്ത സൗദി അറേബ്യ വഴി ഇസ്രായേലിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്ന കാര്യവും ഉച്ചകോടിയിൽ ചർച്ചയായെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ വർഷം ആദ്യം അമേരിക്കയും ഖത്തറും തമ്മിൽ $38 ബില്യൺ സൈനിക ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. അമേരിക്കയെ പിണക്കി ഇസ്രായേലിനു നേരെ സൈനിക നീക്കത്തിനൊരുങ്ങുമോ ഖത്തർ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്നാൽ ഉച്ചകോടിയിൽ കടുത്ത നിലപാടുമായാണ് അറബ് നേതാക്കൾ രംഗത്തെത്തിയത്. അറബ് മേഖലയെ ഇസ്രായേൽ ശക്തി കേന്ദ്രമാക്കാമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വപ്നം അപകടകരമാണെന്ന് ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽത്താനി പറഞ്ഞു. ഇസ്രായേൽ മധ്യസ്ഥത വഹിക്കുന്നവരെ കൊല്ലുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1967 പലസ്തീൻ അതിർത്തി അംഗീകരിച്ച് ഇസ്രായേലി സൈന്യം പിന്മാറണമെന്നും അതിന് അറബ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നും പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആവശ്യപ്പെട്ടു. സൈനിക നീക്കമാണോ നയതന്ത്ര നീക്കമാണോ അടുത്ത പടിയെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.